Paul Cock, Hatalan, Director Paul George, Producer ഷെരീഫ് മുഹമ്മദ്, ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സ്. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണം ശരിക്കും, കാരണം ഇതിൽ സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ സെൽഫ് പ്രൊമോഷനാണ് കൂടുതൽ. ഷെരീഫ് മുഹമ്മദ് ഇങ്ങനെ വരും, ഇങ്ങനെ പോകും. ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് ഇങ്ങനെ എഴുതി കാണിക്കും. പിന്നെ ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ ഒരു സാധനം, ഒരു ആനിമേഷൻ സാധനം. പിന്നെ അവസാന സിനിമ കഴിഞ്ഞാലും ഷെരീഫ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുകയാണ്, കുറച്ച് പ്രാവശ്യം പറഞ്ഞേക്കാം, ഷെരീഫ് മുഹമ്മദ്, ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സ്, ഷെരീഫ് മുഹമ്മദ്. തൽക്കാലം അത്ര ആവട്ടെ, ഇനി വീട് കഴിയാറാകുമ്പോൾ പറയാം. ഈ സിനിമ എഴുതിയിരിക്കുന്നത് ഡയറക്ടർ പോൾ ജോർജ്, പിന്നെ ജോബി വർഗീസ്, ജെറോ ജേക്കബ്. ഇവർ 3 പേരും കൂടി ചേർന്നിട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷേ എഴുത്തിൽ അതിൻ്റെ പണി നടന്നിട്ടില്ല. എഴുത്തിലെല്ലാം മൊത്തത്തിൽ നടന്നിട്ടില്ല. വിശദമായിട്ട് ഞാൻ പറയാം. ഉണ്ണിയാറാണ് ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത്. ഉണ്ണിയാറിൻ്റെ ഡയലോഗ്സിൻ്റെ പരിപാടി അറിയാമല്ലോ, വളരെ ഷാർപ്പായിട്ട് വളരെ കാച്ചി കുറുക്കിയ രീതിയിലാണ് പുള്ളി ബിഗ് ബിയിലൊക്കെ എഴുതിയെല്ലാം നമുക്കറിയാം. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഡയലോഗ്സ് ഒന്നും ഒരു പഞ്ചോ അല്ലെങ്കിൽ സിഗ്നേച്ചർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫീൽ തരുന്ന ഒരു ഡയലോഗ്സും ഉണ്ണിയാറിന് എഴുതാൻ സാധിച്ചിട്ടില്ല. സാക്ഷാൽ രവി ബാസൂറിനെ, മാർക്കോലും രവി ബാസൂറായിരുന്നു മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്ത്. ബാസൂറിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ബിൽഡപ്പിന് ഏറ്റവും കൂടുതൽ മാക്സിമം പണിയെടുത്തുള്ള രവി ബാസൂറാണ്. എസ്പെഷ്യലി തുടക്കം മുതൽ പുള്ളിയുടെ കത്തിക്കലായിരുന്നു. പക്ഷെ ഇത് കത്തിച്ച് പടത്തിൻ്റെ ഗ്രാഫ് താഴെ വിട്ടും ഇദ്ദേഹത്തിന് കത്തിക്കന് മുകളോട്ടായപ്പോൾ രണ്ടും കൂടെ ചേർന്നിട്ട് ബൂം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരു, ഞാൻ പറഞ്ഞില്ല, ഇദ്ദേഹം ഭയങ്കര ലൗഡിലാണ് ചെയ്യുക രവി ബാസൂർ. പ്രത്യേകിച്ച് നല്ല തിയേറ്ററിൽ അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കോട്ടണായിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം സഹിക്കാൻ പറ്റില്ല അതുപോലത്തെ സ്കോറിങ് സൗണ്ടും. പിന്നെ ഓഡിയോഗ്രാഫി ചെയ്തിരിക്കുന്ന MR രാധാകൃഷ്ണനും അതുപോലെ തന്നെ സപ്തയിലെ പുള്ളിയൊക്കെയാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവർ ഡൂയിങ് ആയെന്ന് മാത്രമല്ല, ഒരു പരിധി കഴിഞ്ഞപ്പോഴും ഇത് ഒരു ശബ്ദ മലിനീകരണമായി മാറി. ഇത് സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതായത് സീൻസ് സാധാ വെറുതെ നടന്നു പോകുന്ന സീൻസിന് വെറുതെ, ഒന്നാമതായി ഈ സിനിമയ്ക്കകത്ത് സൈലൻസ് തീരെ ഇല്ല. അടിയാണ്, അടി കൂടുക, അടി. നമുക്കൊരു സിനിമയിൽ അടി നടക്കുമ്പോൾ അത് അടി നടക്കണം നമുക്കൂടെ തോന്നണ്ടേ. ഇത് മാഷപ്പ് പോലെ കുറേ സിനിമയിൽ ഫൈറ്റ് മാഷപ്പായിട്ട് കാണിച്ചെങ്ങനെ ഉണ്ടാവും. അതുപോലെ ആയിട്ട് സിനിമ തുടങ്ങിയ മുതൽ ഇപ്പം ഹരിയുടെ ഒക്കെ പഴയ സിനിമ കണ്ടില്ലേ, അതായത് ഒരു പ്രത്യേക തരം, അതായത് നമുക്ക് ഇതെന്താ കാണിക്കുന്നത് തോന്നിപ്പോവും, എന്തുപാടെ വയ്യേ തോന്നിപ്പോവും. അതുപോലത്തെ പരിപാടി ഞാൻ പറഞ്ഞു. രവി ബാസൂർ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ പരിപാടി സാധനങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പടത്തിൽ അത് ഒട്ടും മാച്ച് ആവുന്നില്ല. കാരണം ഈ പടത്തിൻ്റെ ഗ്രാഫ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൻ്റെ ഏഴലത്ത് വരില്ല. അപ്പം ആ ഒരു പ്രശ്നം പടത്തിന് ഉടനീളം ഉണ്ട്. അതാണ് പിന്നെ ഇതിൻ്റെ കാര്യം, രവി ബാസൂറിൻ്റെ കാര്യം. പിന്നെ അജനീഷ് ലോകനാഥ്, അദ്ദേഹം അറിയാൻ കാന്താരയൊക്കെ ചെയ്തിട്ടുള്ളത് വലിയ ആൾക്കാരാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഷെരീഫ് മുഹമ്മദ്, ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ്, ഷെരീഫ് മുഹമ്മദ്, ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ കൊണ്ടുവരാം ടെക്നീഷ്യൻസിനെ. പിന്നെ രണദീപ് ആണ് പിന്നെ ഇതിൻ്റെ DOP ചെയ്തിരിക്കുന്നത്. ഷമീർ മുഹമ്മദ് എഡിറ്റർ, DOP വേറെ 1-2 പേര് കൂടെ ഉണ്ട് അഡീഷണൽ ആയിട്ട്. ഇപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൻ പൈസ ചിലവാക്കാൻ താല്പര്യമുള്ള പ്രൊഡ്യൂസർ, അത് മാർക്കോൽ തന്നെ നമ്മൾ കണ്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം മാക്സിമം അദ്ദേഹത്തിന് പുൾ ഓഫ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ടെക്നീഷ്യൻസിനെ കൊണ്ടുവരിക. ഞാൻ പറഞ്ഞ ഈ ആളുകളൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അനിരുദ്ധനെ ഞാൻ കൊണ്ടുവരുന്ന പറഞ്ഞു. പിന്നെ അനിരുദ്ധനല്ല, നിങ്ങൾ ഏറെമനയല്ല ആൻസിൻ പറഞ്ഞ് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. പടം നന്നാവണ്ടേ. ഈ ടെക്നീഷ്യൻസ് എല്ലാം ഗംഭീരമാണെങ്കിൽ പടം നന്നാവുന്നുള്ള ഈ അന്ധവിശ്വാസം അല്ലെങ്കിൽ മൂഢവിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ എങ്ങനെയാണ് ഉണ്ടാവുന്നത് പ്രൊഡ്യൂസേഴ്സിന് ഞാൻ ആലോചിക്കുന്നത്. എഴുത്ത് നന്നാവണ്ടേ. ഇപ്പം പറഞ്ഞ ജീത്തു ജോസഫിൻ്റെ പടത്തിൻ്റെ മേക്കിംഗ് പോരാ, അദ്ദേഹത്തിന് ടെക്നീഷ്യൻസ് പോരാ എന്നൊക്കെ പല ആൾക്കാരും പരാതി പറയുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പടം അദ്ദേഹം എഴുതുന്നേ. അപ്പം അതാണ് എഴുത്താണ് പടത്തിൻ്റെ നട്ടലെന്ന് പറയുന്നത്. പിന്നെ ഡയറക്ഷനും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഹയർ ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ടോപ്പ് നോച്ച് ഡയറക്ടേഴ്സിനെ കൊണ്ടുപോകാം. പിന്നെ ഡയറക്ടർ തീരുമാനിച്ചോളൂ ടെക്നീഷ്യൻസ് ആരൊക്കെ വേണമെന്ന്. അല്ല നിങ്ങളെ പവർ കാണിക്കാൻ വേണ്ടി അവിടെ നിന്ന് വിടുന്ന ആൾക്കാരെ കൊണ്ടുകൊണ്ട് കാര്യമുണ്ടോ? അത് കണ്ടിരിക്കാൻ പറ്റണ്ടേ. അപ്പോൾ തന്നെ കച്ചയൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ആക്ഷൻ കൊറിയോഗ്രാഫി ഒരു വസ്തുവിനും കൊള്ളൂല. ഒരടിക്കും അത് ഒന്നാമത് വെച്ചാൽ എല്ലാ ഫൈറ്റ് സീക്വൻസും സെയിം. ഇപ്പം മാർക്കോലാണെങ്കിൽ ഓരോ ഫൈറ്റ് ഓരോ രീതിയിലാണ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഓരോ ഫൈറ്റിനും ഓരോ മൂഡാണ്. ഏത് പെപ്പവെന്ന് ഇടിക്കുക. പെപ്പേൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ കഷ്ടമുണ്ട്. പുള്ളി നന്നായി പണിയെടുത്തിട്ടുണ്ടാവും ഒക്കെ സമ്മതിച്ചു. പക്ഷേ പുള്ളിക്ക് ചേരൂല ഈ വേഷം.
ഒട്ടും പുള്ളിക്ക് ഒരു ഓറയില്ല, സ്ക്രീൻ പ്രസൻസും ഇല്ല, ഒരു തേങ്ങയില്ല, ഒരു തരത്തിലുള്ള ഒരു പരിപാടിയില്ല. അതായത് ഇപ്പുറം നിൽക്കുന്നതാരാ, സുനില്, കബീർ ഗുഹൻ സിംഗ്, ഇവരൊക്കെ നിൽക്കുന്ന സമയത്ത് അതിനുള്ള ആള് വേണ്ടേ? ആളില്ല. ഇത് പാൻ ഇന്ത്യൻ പടാന്ന് പറഞ്ഞ് കുറേ ആൾക്കാരെ ചുട്ടും വലിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി ഫുള്ള് ഇരുട്ടും വെടിയും പുകയും അടിയും. ഇത് ഇവർ ഉദ്ദേശിച്ചത് ഒരു തെലുങ്ക് പടമൊക്കെ പോലത്തെ, അതായത് അത്യാവശ്യം ബജറ്റ് ഇറക്കി, വൻ ടെക്നീഷ്യൻസ് ഇറക്കി, ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത്. പക്ഷെ ഇതിലൊരു കാര്യം വിട്ടുപോയി. ഇത് ആളുകളായിട്ട് കണക്റ്റ് ആവുന്ന, പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസിന് കണക്റ്റ് ആവുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള എഴുത്തും പരിപാടിയും സീൻസും എലിവേഷൻസും ഇമോഷൻസും ഒന്നും നടന്നിട്ടില്ല. പെപ്പയ്ക്ക് കിൻഡലിടി ഇടിക്കും, പക്ഷെ അത് പെപ്പയുടെ ക്യാരക്ടർ അതായിരിക്കണം. പങ്കമാലി മുതൽ പെപ്പനെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ RDX പെപ്പയുടെ കിട്ടില്ല ക്യാരക്ടറായിരുന്നു. പെപ്പയുടെ ഒന്നൊന്നര അടിയായിരുന്നു. വിനു പാപ്പച്ചൻ്റെ പടത്തിൽ അതിൽ ആനയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിലെ കഥ വേറെയാണ്, അതിൻ്റെ സിനാരി വേറെയാണ്, അതിലെ ക്യാരക്ടർ വേറെയാണ്. ഇപ്പം ഇത് കാട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇവരൊരു പുഷ്പയിൽ ചന്ദനക്കടത്താണെങ്കിൽ, രക്തചന്ദനമാണെങ്കിൽ, ഇതിൽ ആനക്കൊമ്പ്. പിന്നെ KGF പോലെ കുറേ അടിമകൾ. ആ KGF ഖനിയിലാണെങ്കിൽ ഇവിടെ കാട്ടിൽ കുറേ അടിമകൾ. അപ്പം അതിനപ്പുറം ഒരാൾ വേണം, ഒരു ഹീറോ. ആ ഹീറോ പറയുമ്പോൾ ലാർജർ ദാൻ ലൈഫ് ഹീറോ ആണ്. അപ്പം അത് പെപ്പനെ കൊണ്ട് താങ്ങിയിട്ടില്ല, ഒട്ടും താങ്ങിയിട്ടില്ല. സത്യമായിട്ട് ഒരു ഫ്രെയിമിലോ, ഒരു സീനിലോ, ഒരു ഡയലോഗ് ഡെലിവറിയിലോ, ഒരു ആക്ഷനിലോ, നോട്ടത്തിലോ, വാക്കിലോ ഒന്നിലും ഇല്ല. പെപ്പ എന്തൊക്കെയാണ് കാണിക്കുന്നത്? മറ്റേ മീമില്ല അതുപോലെ, ഡു യു ഫീൽ എനിത്തിങ്, ഫീലിംഗ് നത്തിങ്. മൊത്തത്തിൽ ഒരു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതോ പടത്തിന് ബമ്പം വയ്ക്കാമെന്ന്, കാട്ടിൽ കാട്ടവരാധം. അതുപോലെ ഇത് ഫുള്ള് കാട്ടിൻ്റെ അകത്ത് അപരാധം കാണിച്ചുകൊണ്ടിരിക്കുക, കാട്ടിക്കൂട്ടലുകൾ, അപരാധങ്ങൾ. തുടക്കം ഞാൻ പറഞ്ഞില്ലേ, തുടക്കം ഭയങ്കര ബിൽഡപ്പായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ഷെരീഫ് മുഹമ്മദിന്റെ പേരെഴുതി കാണിക്കുന്നു, അത് കഴിഞ്ഞിട്ട് കുറേ ബ്രാൻഡ്സിന്റെ ലോഗോസിന്റെ ഏറും കളി, അതിങ്ങനെ ചം പറഞ്ഞ് കാണിക്കുന്നു. ഹോംബാലിനെ കാണിക്കുന്നു, ഷെമാരുവിനെ കാണിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കാണിച്ചു പടപ്പിച്ച്, അങ്ങനെ കാണിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരേ ആവർത്തന വരസാന്ന് പറഞ്ഞില്ല, എല്ലാ സീനും ഒരുപോലെ. പിന്നെ അടി നടക്കുന്നതിനിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വേണ്ടേ? ഇത് എങ്ങനെ ഉണ്ടോ 2 മണിക്കൂർ അടി കൂടല, ഇങ്ങനെ അടികൂടി കളിക്കില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വേണ്ടേ? അയ്യോ, ആൻസൺ ബോളിനെയൊക്കെ ഒരു മേശയിൽ കിടത്തി കണ്ടിട്ട് ചിരി നിർത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമുക്ക് ഒരു അടി കാണണമെങ്കിൽ അടി കാണാനുള്ള ബ്രീത്തിങ് സ്പേസ് വേണം. ഇപ്പോൾ റെയ്ഡ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. റെയ്ഡിൻ്റെ തുടക്കം മുതൽ ഫ്രം ദ ഫസ്റ്റ് ടു ദ ലാസ്റ്റ് അടിയാ. പക്ഷേ അത് പടം അങ്ങനെ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത് ഒട്ടും എന്താ പറയുക, മനങ്കൾട്ടായിട്ട് പോലും ആസ്വദിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കണക്ഷൻ ഇല്ല. പിന്നെ ജഗദീഷിൻ്റെ ക്യാരക്ടർ, ജഗദീഷ് പുള്ളിക്ക് പറ്റാവുന്ന രീതി നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ക്യാരക്ടറൊക്കെ ഇങ്ങനെ ഭയങ്കര നാടകീയത. ഇതിൽ ഒരു കൊച്ചിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ഫുള്ള് ഇലോജിക്കലാണ്. പിന്നെ ഇത് വേറെ വേൾഡാണ്, പാരൽ യൂണിവേഴ്സാണ്. ഇതിൽ നടക്കുന്ന കഥകളൊക്കെ ഇവിടെ നടക്കുന്ന നമുക്കറിയില്ല. കാർട്ടൽ മറ്റേത് മറിച്ച് പറഞ്ഞിട്ട് ആൾക്കാരെ കൊല്ലുന്നു, കെട്ടിത്തൂക്കുന്നു, വെടിവെക്കുന്നു, ചെറിയ കുട്ടികളെ മറ്റേതാക്കുന്നു, കൊല്ലാൻ നോക്കുന്നു, അങ്ങോട്ട് പോകുന്നു, ആംബുലൻസ് എടുക്കുന്നു, പോകുന്നു, ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ഇതൊരു ഒരു നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനകത്ത് പിന്നെ ലോയും റൂൾസും ഒക്കെ ഉള്ളൊരു നാടിനകത്ത് നടക്കുന്ന കാര്യമായിട്ടൊന്നും നമ്മൾ അങ്ങനെയൊന്നും കാണണ്ട. പക്ഷേ ഈ കാണിക്കുന്നതിനകത്തെങ്കിലും എന്തെങ്കിലും ഒരു കണക്ഷൻ വേണ്ടേ? അതിൽ കംപ്ലീറ്റ് ലോജിക്കല്ലറാ. ഇതെന്തിനത് സ്പോയിലറാണ് പറയാൻ പറ്റത്തുണ്ടോ? ഇതെന്തിനെങ്ങനെ ചെയ്യുന്നത് എന്ന് തോന്നിപ്പോവും. അങ്ങനത്തെ കുറേ ആന മണ്ടത്തരങ്ങളും ഒക്കെ ആയിട്ട് ചില സ്ഥലത്തൊക്കെ വൻ കോമഡിയാണ്. ഇപ്പോൾ ബേസിക്കലി ഇതൊരു ആക്ഷൻ പടമാണെങ്കിൽ ആക്ഷനെങ്കിലും നന്നാവണ്ടേ, അത് നന്നായിട്ടില്ല, ഒന്നും നന്നായിട്ടില്ല. സിദ്ദിഖ് ഉണ്ട് പടത്തിനകത്ത്, മാർക്കോയിലെ എന്തോ സെയിം ക്യാരക്ടർ അങ്ങനെ അതൊന്നും ശ്രദ്ധിക്കാൻ തോന്നിയിട്ടില്ല, കാരണം അങ്ങനത്തെ പടമായിപ്പോയി. പിന്നെ അതുപോലെ തന്നെ ഹിപ്സ്റ്റർ ഉണ്ട്. ശ്രീലങ്കയിലുള്ളൊരു സീക്വൻസ് ഉണ്ട്, അവിടേക്ക് പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തായ്ലാൻഡ്, ശ്രീലങ്ക, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഹിപ്സ്റ്റർ ശ്രീലങ്കൻ ബൊളീവിയൻ കാടുകളിലെ ചെഗുവേരെ പോലെ, ശ്രീലങ്കൻ കാടുകളിലെ ചെഗുവേരയായിട്ട്. പിന്നെ വേറെ ആളും കൂടെ ഉണ്ട്, ക്യാമിയാണ്, പറയുന്നില്ല. അങ്ങനെ പിന്നെ ഇതിൽ നമ്മുടെ ഹനാൻ ഷാ ഇതിൽ ബദിരനും മൂകനോ, സംസാരശേഷിയില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ നമ്മളിങ്ങനെ എന്തോ കണ്ടതുപോലെ പറയൂലേ, അതുപോലെ നിൽക്കും ഫുൾ ടൈം ഓരോ സീനിൽ. പിന്നെ വേറെ അടുത്തും വന്ന് ഇങ്ങനെ ബോംബ് പറഞ്ഞ് കളിക്കും, അങ്ങനത്തെ പരിപാടികൾ. പിന്നെ തുഷാര വിജയനുണ്ട്. തുഷാര വിജയനൊക്കെ ഇപ്പോൾ അങ്ങ് വന്നിട്ട് അയ്യോ ബിൽഡപ്പ്. തുഷാര വിജയൻ ഒരിക്കലും മോശം നടിയില്ല, പക്ഷേ ഈ സിനിമയ്ക്കകത്ത് വളരെ ബോറായിരുന്നു. മിക്ക സമയത്തും ഈ സിനിമ കാണുമ്പോഴേ ഒരു ഗെയിം കാണും പോലെ, അല്ലെങ്കിൽ AI ക്രിയേറ്റ് ചെയ്ത് എന്തൊരു സാധനം കാണും പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അങ്ങനത്തെ സീൻസാണ്. പിന്നെ ഡേ ടൈമിലുള്ള സീൻസ് തീരെ ഇല്ല, വളരെ അപൂർവമായിട്ടുള്ളൂ.
മൊത്തത്തിൽ ഒരു യാതൊരു വിധ റിയലിസ്റ്റിക് ആയിട്ട് സിനിമ റിയലിസ്റ്റിക് എന്നുള്ള രീതിക്കല്ല ഞാൻ പറയുന്നത്. സീൻസ് കാണുന്ന സമയത്ത് ഇത് മനുഷ്യന്മാരാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് തോന്നലൊന്നും ഉണ്ടായിട്ടില്ല, ആനകൾ ഉൾപ്പെടെ. അപ്പോൾ അതാണ് ഞാൻ എപ്പിക്കുന്ന കണ്ടുള്ള ബാലാക്ഷി. അങ്ങനെ അത്രയും മികച്ചൊരു തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് പോലും ഇതാണ് അവസ്ഥ. അപ്പം സാധാരണ ഒരു തിയേറ്ററിൽ നിന്ന് കണ്ടുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്, ചെവിയുടെ ഒക്കെ അവസ്ഥ. പിന്നെ ഇതിൻ്റെ അവസാനത്തെ ഗിമ്മിക്സ് എന്താ, പിന്നെ ഇവർ തന്നെ അതേ പറയാ, ഇതിന് ഒരു എൻ ക്രെഡിറ്റ് ഉണ്ട്, പോസ്റ്റ് ക്രെഡിറ്റ് ഉണ്ട്, ആരും പോകരുത് അനങ്ങരുത് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ക്യാമിയോ ഉണ്ട്. അതാരാ ഞാൻ പറയുന്നില്ല, സസ്പെൻസ് പോകണ്ട, ഒരു പിച്ചക്കാരൻ കൂട്ടിട്ട പോലത്തെ ഒരു ക്യാമിയോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവസാനമാണ് ഇതിൽ ഏറ്റവും വലിയ ഗിമ്മിക്ക്, അതായത് പ്രൊമോഷണൽ ഗിമ്മിക്ക് പ്ലസ് ആൾക്കാരെ എന്താ പറയുക, ആൾക്കാർ വെറുതെ എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. ഇപ്പം മിക്ക സിനിമകൾക്കും നിങ്ങൾ കാണുന്നില്ലേ, രണ്ടാം ഭാഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ പിന്നെ സ്കാമില്ലേ, അതുപോലത്തെ ഒരു പുതിയ പരിപാടി. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ അവസാനം കാണിക്കുന്ന ഒരു സിനിമയുടെ പേരാ അതിലെ കഥാപാത്രം മിക്കവാറും ഈ മറ്റേ അഴകിയ രാവണൻ തന്നെ ചെയ്യുന്നത് തോന്നുന്നു, ഇങ്ങനെ സെൽഫ് പ്രൊമോഷൻ പരിപാടി സെൽഫ് മാസും കാണിക്കുകയാണെങ്കിൽ. ഹനാൻ ഷായെ വെച്ചിട്ട് നമ്മുടെ പഴയ സംവിധായകൻ വിനയൻ ഒരു പടം ചെയ്യണം. കാരണം ഇങ്ങനെ മിണ്ടാട്ടില്ലാത്ത ആളെ വെച്ചിട്ടൊക്കെ പുള്ളിയാണ് അതിന് ബെസ്റ്റ്.